ഗീതമ്മ ജെയിംസിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഷായച്ചേട്ട, ബഹുമാനപ്പെട്ട സജിയച്ച, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, സമാദരണീയരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ജ്ഞാനായ സമുദായ സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവിയിൽ നിന്ന് വീര്യം ഉൾക്കൊണ്ട് ഒരജയ്യ ശക്തിയായി ജ്ഞാനായ സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്നത് അഭിമാനാർഹമാണ്. ജ്ഞാനായ സമുദായം ലോകമെമ്പാടും ശതാബ്ദി ആഘോഷിക്കുകയാണ് 100ന്റെ നിറവിൽ. തനിമയുടെ ഊറ്റം നമ്മളെ ഇതര സമുദായക്കാരുടെ മുന്നിൽ എടുത്തു കാട്ടാവുന്ന ഒരു മാതൃകയായി, ഒരു കൂട്ടായ്മയായി, ഒരു വിജയഗാഥയായി വാഴ്ത്തി പാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തനതായ പാരമ്പര്യവും ശൈലിയും കൂട്ടായ്മ ബോധവും വെച്ചു പുലർത്തുന്ന നമുക്ക് നമ്മുടെ പൈതൃകം ആരുടെ മുന്നിലും അടിയറ വച്ചിട്ടില്ല എന്നും രക്തവും ജീവനും നൽകി നാം അതിനെ മാറോട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുമാണ് ഓരോ ജ്ഞാനായ മീറ്റിംഗും പകരുന്ന സന്ദേശം. കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച ആ വിപ്ലവത്തിന്റെ അണമുറയാത്ത പ്രവാഹം ഇന്ന് നമ്മളിലൂടെ വരും തലമുറയ്ക്ക് പകരുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ്. ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും കണ്ണീരിനും അതീതമാണ് നമ്മുടെ കൂട്ടായ്മ. സമ്പത്തോ ദാരിദ്ര്യമോ വലിപ്പ ചെറുപ്പമോ നമുക്കൊരു ബാധ്യതയാകാറില്ല. സ്വദേശമോ വിദേശമോ അന്യദേശമോ നമുക്ക് ഒരു വിലങ്ങുതടിയും ആകാറില്ല. നാം ഒന്നാവുമ്പോൾ രക്തം രക്തത്തെ തിരിച്ചറിയുന്ന ഒരു അനുഭൂതി, ഒരു സ്നേഹം, കൂട്ടായ്മ, പങ്കുവയ്ക്കൽ, ഊഷ്മളത, കുടുംബ ബന്ധം എന്നിവ ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നും നമുക്കതിൽ അഭിമാനിക്കാവുന്നതുമാണ്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മയുടെയും സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. നീതിയുടെ പര്യായമായ ക്രിസ്തുനാഥൻ മനുഷ്യപുത്രനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന സുദിനം, സ്വന്തം ജീവിതം നമുക്കായി ബലിയർപ്പിച്ച് നമ്മെ ഓരോരുത്തരെയും സ്വർഗീയ ജീവിതത്തിന് അർഹരാക്കാൻ വേണ്ടിയാണ് ക്രിസ്തുനാഥൻ ഉണ്ണിയേശുവായി ബെത്ലഹേമിൽ അവതരിച്ചത്. ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആഘോഷങ്ങൾക്കുപരി നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സാഹോദര്യവും നീതിബോധവും പങ്കുവയ്ക്കലും ഊട്ടിയുറപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. സമാധാനവും സാഹോദര്യവും നീതിബോധവും പങ്കുവയ്ക്കലും ഊട്ടിയുറപ്പിക്കുവാൻ നമുക്കാകുന്നില്ല എങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾ കേവലം പ്രഹസനം മാത്രമായി നിലകൊള്ളും. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെവരോടും ക്രിസ്മസ് ആഘോഷം സമാധാന സന്തോഷത്തിന്റെയും സാഹോദര്യ നീതിബോധത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും അവസരമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഏവർക്കും ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷായച്ചേട്ടനാണ്. ജ്ഞാനായ സമുദായത്തെ ഏറെ സ്നേഹിക്കുകയും തനിമയിൽ പുലരുന്ന ഈ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വ്യക്തി താല്പര്യങ്ങൾ ഒന്നുമില്ലാതെ ആത്മാർത്ഥതയോടെ പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഷായച്ചേട്ടൻ. ഷായച്ചേട്ടനെ ഞാനിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ന്യൂകാസിൽ ജ്ഞാനായ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ ചടങ്ങിലെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സജീച്ചനാണ്. വിശ്വാസ തീഷ്ണതയിലും കർമ്മ മേഖലകളിലും പവൻമാറ്റ തങ്കത്തിന് തുല്യം നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സജീച്ചൻ. വിശ്വാസവും ജീവിതവും സമരസപ്പെടുത്തി അഹോരാത്രം നമ്മുടെ ഓരോരുത്തരുടെയും നന്മ ലാക്കാക്കി അക്ഷീണം പ്രയത്നിക്കുന്ന സജീച്ചനെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ന്യൂകാസിൽ ജ്ഞാനായ കൂട്ടായ്മയുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി സിറിൽ തടത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഓരോ കാര്യത്തിനും എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും സന്തോഷത്തിന്റെ മുഖവുമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിറിൽ തടത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ട്രഷറർ ജോഷി മുപ്രാപ്പള്ളിയാണ്. ജോഷി മുപ്രാപ്പള്ളി എപ്പോഴും കാശിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് വരുമെങ്കിലും നമുക്ക് എപ്പോഴും
ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ പൈതൃകം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ തലമുറയെ ഒരു മാതൃകയായി അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജെന്നി ജെയിംസിനെ, KCVL പ്രസിഡന്റ് ജെന്നി ജെയിംസിനെ ഞാൻ ഈ വേദിയിലേക്ക് ന്യൂകാസിൽ ജ്ഞാനായ കൂട്ടായ്മയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ പൊതുയോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ന്യൂകാസിൽ ജ്ഞാനായ കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഗീത ചേച്ചി. അധ്യക്ഷ പ്രസംഗത്തിനായി ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റ് മിസ്റ്റർ ഷാജു കുടലിനെ ക്ഷണിച്ചു. ബഹുമാനായ മുഖ്യാതിഥി ഫാദർ സരി തോട്ടത്തിൽ, മറ്റു വിശിഷ്ടാതിഥികളെ, എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ന്യൂകാസിൽ ജ്ഞാനായ കൂട്ടായ്മയുടെ ക്രിസ്മസ് പുതുവത്സര ആശംസ തരുന്നു. നിങ്ങളൊരു പ്രസംഗം കേൾക്കാനല്ല ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. നമ്മുടെ കുട്ടികളും മുതിർന്നവരുമായ എല്ലാവരും 2 മാസമായി അധ്വാനിച്ച് എല്ലാം പഠിച്ചു വച്ചിരിക്കുന്ന പ്രോഗ്രാം കാണാനാണ്. അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ഈ കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ 5 മണി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എല്ലാവരും അവിടെ വന്നെത്തിയിട്ടില്ല. ഒരുമാതിരിപ്പെട്ടത് നമ്മുടെ എല്ലാ ആൾക്കാരും വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം നടന്നപ്പോൾ കുറച്ച് ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഇവിടെ ഇരുന്ന ലൈറ്റും സൗണ്ടും ചെയ്യുന്നത് ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ അവർ 5 മണി എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും കണ്ടില്ലല്ലോ. അപ്പോൾ 2 പിള്ളേരാണ് പറഞ്ഞത് ഇന്ത്യൻ ഇപ്പോഴത്തെ ടൈമാണ്, അപ്പോൾ അതനുസരിച്ച് എല്ലാവരും വരത്തുള്ളൂ എന്ന് പറഞ്ഞത്. കൊച്ചു പിള്ളേരായിരുന്നു പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത് കൊച്ചു പയ്യനാണ് പറഞ്ഞത്. ഏതായാലും ഈ പ്രാവശ്യം നാട്ടിൽ ചെന്ന സമയത്ത് നമ്മുടെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭയങ്കര തിരക്കാണ് നാട്ടിൽ. ഏതിടവയിലും എല്ലായിടങ്ങളിലും ആ ഒരു സംഭവമാണ് നടക്കുന്നത്. മാതൃസംഗമം, സ്പോർട്സ് ഡേ, ഗെയിംസ് ഡേ. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതുപോലെ നമുക്ക് ഇവിടെ ഈ ശതാബ്ദിയുടെ അതേ ആഘോഷങ്ങൾ ഇവിടെ നടത്തിയാൽ ഇത് ഇന്നത്തെ ഇത് ആ രീതിയിലാക്കിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടാണ്. പക്ഷെ എല്ലാം ഇത്തിരി താമസിച്ചുപോയി. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ തീം തനിമയിൽ ഒരുമയിൽ വിശ്വാസം നിറവിൽ. അത് ശരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വാദമാണ്. ലോകത്ത് ഇതുപോലെ നമ്മുടെ വിശ്വാസം ഉറക്കെ പിടിച്ചുകൊണ്ട് ഇതേ തനിമയിൽ ഏതെങ്കിലും ഒരു ജനതയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ഒരു കൂട്ടായ്മ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒത്തുവരുമ്പോഴത്തേക്കും എല്ലാവരും ഒരുമയോടുകൂടി ആ സംഭവത്തെ കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും സംഗതികളെല്ലാം എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുന്നത് കൂട്ടത്തിൽ തന്നെ ഇതുപോലെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ഈ വേറെ ഏത് ക്രൈസ്തവ സമൂഹത്തെക്കാളും കൂടുതൽ വിശ്വാസത്തിൽ ഉറച്ച് ഏത് രീതിയിലും ആ ഒരു ഒട്ടും കുറവില്ലാതെ എല്ലാ ക്രിസ്ത്യ സമൂഹത്തെക്കാളും കൂടുതലായി വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇതുപോലൊരു ജനത വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ഈ ചെറിയൊരു കൂട്ടായ്മ നമ്മൾ ഒതുങ്ങി നിൽക്കാതെ ഇതിൻ്റെ ശരിയായ എല്ലാ വിധത്തിലുള്ള മൂല്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതിന് എല്ലാവരും KCVL ഡയറക്ടേഴ്സ് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും അതിന് കടമയുണ്ട്. എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.
താങ്ക്സ് മിസ്റ്റർ ഷാജുട്ടൻ. അടുത്തതായി നമ്മൾ കനാനാക്കാരുടെ വിഷവും ആത്മാർത്ഥതയും മനസ്സിലാക്കി നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മിസ്റ്റർ സാന്റാ ക്ലോസ് ഇതാ വരികയാണ്. ഒരു നിറഞ്ഞ കൈയോടെ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും വരവേൽക്കാം.